ചെക്കനേക്കാൾ 3 വയസ്സ് പെണ്ണിനേറി എന്നതുകൊണ്ട് പെണ്ണല്ലാതെ ആവോ? അതോ ഇനി ഓള് പ്രസവിക്കൂല, പ്രായം 3 കൂടിയതുകൊണ്ട്? ഈ കല്യാണത്തിന് എതിർപ്പ് പറയാൻ ഇതിലേത് കാരണമാണുമ്മ നിങ്ങൾക്ക് കുറ്റിയായിട്ട് തോന്നിയത്? പറഞ്ഞോ നിങ്ങള്, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. മക്കൾക്കും മരുമക്കൾക്കും ഇടയിൽ എഴുന്നേറ്റ് നിന്ന് അത്ര നേരം പ്രായം കൂടിയ പെണ്ണിനെ തന്റെ മകന് കല്യാണപ്പെണ്ണായി വേണ്ടാന്ന് തർക്കിച്ചു നിന്ന ആമിന മൂത്ത മകളുടെ ആ ഒരു ചോദ്യത്തിനിടെ നിശബ്ദമായി അവിടെയിരുന്നു. ഞങ്ങളുടെ ആങ്ങള എന്ന സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ വെറുതെ അതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കല്ലേ ഉമ്മ നിങ്ങള്? മൂത്ത മകൾ വീണ്ടും ശബ്ദം ഉയർത്തിയതും ആമിനയുടെ നോട്ടം ഏക മകനായ നൗഫലിൽ എത്തിയൊന്ന്. താത്താമാർ പറയുന്നതെന്തും അനുസരിച്ചോളാമെന്നൊരു ഭാവത്തിലിരിക്കുന്ന തന്റെ മകനെ കണ്ടതും പിടഞ്ഞു അവനെ ഓർത്ത് ആ അമ്മമനം. അവനേക്കാൾ വയസ്സിന് മൂത്തൊരുവളെ കൊണ്ട് സഹോദരിമാർ അവനെ കെട്ടിക്കാൻ നോക്കുന്നത് ആ പെൺകുട്ടിയുടെ സമ്പത്ത് മാത്രം കണ്ടിട്ടാണെന്ന് ഉറപ്പാണ് ആമിനയ്ക്ക്. അതുകൊണ്ട് മാത്രമാണ് അവർ ഈ വിവാഹത്തെ എതിർക്കുന്നതും. പെങ്ങന്മാർ കണ്ടുപിടിച്ച പെണ്ണായതുകൊണ്ടോ നിന്റെ കടങ്ങൾ വീട്ടാനുള്ള മാർഗമായതുകൊണ്ടോ മാത്രം നീ റസിയയെ കല്യാണം കഴിക്കരുത് നൗഫലെ. നിനക്കിഷ്ടപ്പെട്ടാൽ മാത്രം കിട്ടിയാൽ മതി. കെട്ടിക്കൊണ്ടു വന്നിട്ടിവിടെ ആ പെൺകുട്ടിയുടെ കണ്ണുനീർ വീഴരുതെന്ന് നിർബന്ധമുണ്ടെനിക്ക്. നന്നായി ആലോചിച്ചിട്ട് മതി തീരുമാനം. തീരുമാനം നിന്റേത് മാത്രമാവണം, മറക്കണ്ട. തന്റെ 3 പെൺമക്കളെയും ഒന്നൊഴിഞ്ഞു നോക്കി നൗഫലിനോട് പറഞ്ഞൊപ്പിച്ച് ആമിന അടുക്കളയിലേക്ക് നടന്നതും അവനെ പൊതിഞ്ഞു അളിയന്മാരും പെങ്ങന്മാരും കൂടി. ഉമ്മയ്ക്ക് വയസ്സായി, ഇതുപോലെ പലതും പറയും, ജീവിക്കേണ്ടത് നീയാണ്. നിന്നെക്കാൾ 2-3 വയസ്സിന് മാത്രം മൂത്ത ഒരുവളെ കെട്ടിയതുകൊണ്ട് നിനക്ക് ലാഭമേ ഉള്ളൂ നൗഫലെ. നിന്നെ ഇട്ടുമൂടാനുള്ള പണമുണ്ട് അവളുടെ കുടുംബത്ത്. നിന്റെ കടങ്ങളും തീരും, നിനക്ക് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. നന്നായി ആലോചിക്കുന്നീ. തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നൗഫലിനെ അനുനയിപ്പിക്കാൻ നല്ല മിടുക്കന്മാരാണ് അവന്റെ പെങ്ങന്മാർ. നിങ്ങൾ പറയും പോലെ ആവട്ടെ കാര്യങ്ങൾ, എനിക്കെന്തിനു സമ്മതമാണ്. നൗഫൽ പറഞ്ഞതും ഒരാഘോഷ ചിരി ഉണർന്നവിടെ. നൗഫലിലൂടെ അവൻ കെട്ടുന്ന പെണ്ണിന്റെ സമ്പത്ത് കൈക്കലാക്കാനുള്ള പദ്ധതികൾ അപ്പോഴേ തുടങ്ങി അവന്റെ അളിയന്മാർ. 23കാരനായ നൗഫൽ അവനേക്കാൾ പ്രായം കൂടിയ കുന്നുമല റസിയയെ വിവാഹം കഴിക്കുന്നത് എല്ലാവരിലും അമ്പരപ്പുണ്ടാക്കി. ഒരിക്കൽ നിക്കാഹ് ഉറപ്പിച്ചതാണ് റസിയയുടെ. എന്നാലൊരു അപകടത്തിലൂടെ അയാൾ മരിച്ചതും ഇനി നിക്കാഹ് വേണ്ടെന്ന തീരുമാനത്തിൽ ജീവിച്ച റസിയ പ്രായമായ മാതാപിതാക്കളുടെ കണ്ണുനീറിനു മുന്നിൽ കീഴടങ്ങിയതാണ് വിവാഹത്തിന് സമ്മതിച്ചത്. നൗഫലെ, റസിയയുടെ കയ്യിലുള്ള ആ വലിയ വളകളിൽ 2 നീ എനിക്ക് തരണം കേട്ടോ. നിക്കാഹ് കഴിഞ്ഞ് റസിയയുമായി വീട്ടിലേക്കെത്തിയ നൗഫലിന്റെ ചെവിയിൽ മൂത്ത താത്ത പറഞ്ഞതും മറുഭാഗത്തുനിന്ന് ചെറിയ താത്ത റസിയയുടെ മാലകളിലൊന്ന് അപ്പോൾ തന്നെ പറഞ്ഞുവെച്ചു. ഇതെല്ലാം കേട്ടു പുറകിൽ നിന്ന ആമിനയുടെ നെഞ്ചൊന്നു പിടഞ്ഞു മകന്റെ ജീവിതമോർത്ത്. സഹോദരിമാരെ ഏറെ ഇഷ്ടമാണ് നൗഫലിന്. അവന്റെ ആ ഇഷ്ടത്തെയും സ്നേഹത്തെയും യാതൊരു മയവുമില്ലാതെ മുതലെടുക്കാറാണ് അവന്റെ സഹോദരിമാർ. ജോലി ചെയ്ത് നേടുന്നതിനു പുറമെ കടങ്ങൾ മേടിച്ചാണെങ്കിലും ഇത്താത്തമാരുടെ ഇഷ്ടങ്ങൾ നടത്തിക്കൊടുക്കാൻ അവന് സന്തോഷമാണ്. 3 പേരും തന്റെ മക്കളായതുകൊണ്ട് തന്നെ ആമിനിക്ക് ആരെയും തള്ളിപ്പറയാനോ പ്രത്യേകം ചേർത്ത് പിടിക്കാനോ വയ്യ. അവന്റെ സ്നേഹത്തെ മുതലെടുത്തവന്റെ ജീവിതം നശിപ്പിക്കരുതെന്ന് മാത്രം തന്റെ പെൺമക്കളോടവർ ഇടയ്ക്കിടെ പറയും. റസിയ ഒരു നല്ല മരുമകളായിരുന്നു ആമിനയ്ക്ക്. സമ്പത്തിന്റെ യാതൊരു അഹങ്കാരവുമില്ലാതെ അവൾ ആമിനിയോട് ചേർന്ന് നിന്നെപ്പോഴും. ഉമ്മ, നൗഫലിനെ ഒന്ന് വിളിക്ക്. വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞൊരു ദിവസം ദേഷ്യത്തിൽ വീട്ടിലെത്തിയ നൗഫലിന്റെ സഹോദരിമാരുടെ ഉയർന്ന ശബ്ദത്തിൽ ഉമ്മ പകച്ചു നിന്നതും ചിരിയോടെ റൂമിനകത്തു നിന്നും ഇറങ്ങി വന്നു നൗഫൽ. എന്താ താത്താ, എന്തിനാ ദേഷ്യം? നീ ഞങ്ങളുടെ കെട്ടിയോമാരോട് നീ ഞങ്ങൾക്ക് തന്ന പൊന്നും പണവും എല്ലാം തിരിച്ചു വേണോന്ന് ആവശ്യപ്പെട്ടോ? മൂത്ത സഹോദരി ദേഷ്യത്തിൽ നൗഫലിന്റെ അരികിൽ ചെന്ന് നിന്ന് ചോദിച്ചതും ഒരു ചിരിയോടെ അവരെ നോക്കി നൗഫൽ. എന്റെ വിവാഹത്തിന്റെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് തന്നതൊന്നും എനിക്ക് നിങ്ങൾ തിരികെ തരേണ്ട താത്ത. അതിനു ശേഷമുള്ളത് മതി. കാരണം അതൊന്നും എന്റെ അധ്വാനമല്ല, എല്ലാം റസിയയുടെയാണ്. അതെനിക്ക് തിരികെ വേണം. സാധാരണ എന്ന പോലെ നൗഫൽ പറഞ്ഞതും അവന് തുറിച്ചു നോക്കിയവർ. ഞങ്ങളോട് കണക്ക് പറയാൻ മാത്രം നീ വളർന്നോ നൗഫലെ? അതിനായിട്ടില്ല നീ. ഞങ്ങളുടെ കൂടപ്പിറപ്പാണ് നീ, മറക്കണ്ടത്. ദേഷ്യമിരച്ചു താത്തയിൽ. നിങ്ങൾ എന്റെ കൂടപ്പിറപ്പായതുകൊണ്ടാണ് താത്ത നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിങ്ങൾക്കായി തന്നുകൊണ്ടിരുന്നത്. നിങ്ങളോടുള്ള എന്റെ സ്നേഹമായിരുന്നു അത്. നിങ്ങൾ എന്നെയും എന്റെ സ്നേഹത്തെയും ചൂഷണം ചെയ്യുകയാണെന്ന് പോലും പെറ്റുമ്മ പറഞ്ഞിട്ട് പോലും വിശ്വസിച്ചില്ല ഞാൻ. വിശ്വസിച്ചത് ഇപ്പോഴാണ്. ഞാൻ എന്റെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഇഷ്ടം കൂടി പരിഗണിച്ച് കൂടെ കൂട്ടി എന്റെ ഭാര്യ പ്രസവിക്കാൻ പാടില്ലെന്ന് നിങ്ങളുടെ ഭർത്താക്കന്മാർ പറഞ്ഞപ്പോൾ, അത് നിങ്ങളുടെ കൂടി തീരുമാനമാണെന്നറിഞ്ഞപ്പോ ഞാൻ ഉറപ്പിച്ചു താത്ത നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന്. നൗഫൽ വേദനയോടെ പറഞ്ഞപ്പോൾ ഞെട്ടിയത് അവന്റെ ഉമ്മയും പെണ്ണുമാണ്. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കില്ല എന്ന് ചിന്തിക്കാൻ മാത്രമുള്ള സ്നേഹമേ നിങ്ങൾക്ക് എന്നോടുണ്ടായിരുന്നുള്ളല്ലേ?
അതോ റസിയെ പ്രസവിക്കാതെ ഇരുന്നാൽ അവളെ ഒഴിവാക്കി എനിക്ക് വേറെ പെണ്ണ് കൊണ്ടുവരാനായിരുന്നോ നിങ്ങളുടെ ഉദ്ദേശം? നൗഫൽ ചോദിച്ചതും താത്താമാരുടെ മുഖം വിളറി. എന്റെ കുട്ടിക്ക് കുട്ടികളുണ്ടായാൽ നിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം ഇല്ലാണ്ടാവുമെന്ന് കരുതാൻ മാത്രം ചീത്ത മനസ്സാണോടി നിനക്കൊക്കെ? എത്ര കിട്ടിയാലാണടി നിന്റെയൊക്കെ ആർത്തി തീരുക? പെൺമക്കളെ വെറുപ്പോടെ നോക്കി ഉമ്മ ചോദിക്കുമ്പോൾ നൗഫൽ നോക്കിയത് റസിയെയാണ്. അവളിലാകെ ഞെട്ടലും അമ്പരപ്പുമാണ്. തന്നെ സ്നേഹത്തിൽ പൊതിഞ്ഞുകൊണ്ട് നടന്ന നാത്തൂന്മാരുടെ ഉള്ളിലിരി പറഞ്ഞതിന്റെ ഞെട്ടൽ. ഞങ്ങൾ നിന്റെ നല്ലതിനു വേണ്ടിയാണ് നൗഫലെ, ഇളയ താത്ത പറഞ്ഞു തുടങ്ങിയതേ തടഞ്ഞു അവൻ. എന്റെ നല്ലതിനു വേണ്ടി നിങ്ങൾ ചെയ്തു തന്നത് തന്നെ ധാരാളമാണ്. ഇനി വേണ്ട. ഞാൻ അളിയന്മാരോട് പറഞ്ഞതുപോലെ വാങ്ങിയതെല്ലാം വേഗം തിരിച്ചു തരാൻ നോക്ക് രണ്ടാളും കൂടി. ഇല്ലെങ്കിൽ ഇത് നാട്ടുകാരൊക്കെ അറിഞ്ഞ് നാണം കെടും നിങ്ങൾ. കടുപ്പത്തിൽ നൗഫൽ പറഞ്ഞതും വീണ്ടും ഒരു സംസാരത്തിന് മുതിരാതെ വേഗം അവിടെ നിന്നിറങ്ങി താത്താമാർ. ആ പോക്ക് നോക്കി നിൽക്കെ റസിയെ തന്നോട് ചേർത്തു നൗഫൽ. തന്റെ കൂടപ്പിറപ്പുകൾ തനിക്കായി ചെയ്ത ഏക നന്മ അവളാണെന്ന് പറയാതെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.